കേരളത്തിലെ ഫോറസ്റ്റുകാരെ ഒന്ന് അഭിനന്ദിക്കാൻ തോന്നുന്നു. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വനമുള്ള ഭാഗത്തെല്ലായിടത്തും ആനകൾ നാട്ടിലിറങ്ങുന്നു, കടുവകൾ ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു, ധാരാളം പേര് കൊല്ലപ്പെടുന്ന സംഭവം ദൈനംദിനം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിനിടയ്ക്കും അവർ ചെയ്ത നല്ല പ്രവൃത്തികൾ നമ്മൾ മറന്നു പോകരുത്. കേരളത്തിലെ ഫോറസ്റ്റിൻ്റെ വിസ്തൃതി കൂടിക്കൂടി വരുന്നെങ്കിലും ഇവിടെ ഏകദേശം 7236 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. 63 പേര് അതിനകത്ത് IFSകാരാണ്. ഏതാണ്ട് 3700ഓളം പേര് ഫോറസ്റ്റ് ഗാർഡാണ്. അങ്ങനെ പല തസ്തികയിലായിട്ട് 3300 പേരോളം കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുണ്ട്. പക്ഷേ അവർ 2-3 CCFൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ കുറേ നല്ല പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 6-7 വർഷം കൊണ്ടാണ്. നാട്ടിലോട്ട് ആനകൾ ഇറങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ കാട്ടിലെ സുലഭമായി അതുങ്ങൾക്ക് വെള്ളം ലഭിക്കണം. വെള്ളം നമുക്കറിയാം, ഇല്ലാതെ വന്നാൽ എത്ര 1000 കിലോമീറ്റർ വരെ പോയ ചരിത്രങ്ങളുണ്ട് ആനകൾ. അത് വെള്ളം കിട്ടാതെ വരുമ്പം അവർ കാട്ടിൽ നിന്ന് ഇറങ്ങും. വെള്ളം കിട്ടിയാൽ തന്നെ പകുതി പ്രശ്നം അവരുടെ നാട്ടിലെ ഇറക്കത്തിന് പകുതി പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ കാട്ടിലെ ജീവജാലം അതുങ്ങൾക്ക് തിന്നാനുള്ള സ്റ്റാർച്ച് എൻറിച്ച്ഡ് ഫുഡ് ലഭിക്കുന്നില്ല. അതെല്ലാം അടിക്കാടൊന്നും കാട്ടിലില്ല എന്നാണ് പറയുന്നത്. കാരണം സെന്ന വൃക്ഷങ്ങൾ വന്ന് അടിക്കാട് മുഴുവൻ നശിപ്പിച്ചു. ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന യൂക്കാലിപ്റ്റസ് അതും കാട്ടിലെ മുഴുവൻ വന്നു. അടിക്കാടുകളെല്ലാം നശിച്ചു. കാട്ടിലെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഹൈ റിച്ച് ഫുഡ് അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. വെള്ളവും ഇല്ല. ഇപ്പം ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ കുറേ കണക്ക് നമ്മൾ നോക്കിയപ്പം ഏകദേശം 192 ആൾക്കാരെ ആന കഴിഞ്ഞ 8 വർഷമായിട്ട് കൊന്നിട്ടുണ്ട്. 8 പേരെ കടുവ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മൃഗങ്ങളെ ശല്യം കൊണ്ട് 300 ആൾക്കാരോളം മരണപ്പെട്ടു കേരളത്തിൽ. പക്ഷേ ഇത് വരാതിരിക്കാൻ, നാട്ടിലോട്ട് ഇറങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പല നിർദ്ദേശങ്ങളും പല സന്ദർഭത്തിലും ചാനലിലും ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്, ഫോറസ്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നുണ്ട്, സാമൂഹിക പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ അവർ ചെയ്ത നല്ല 2-3 പ്രവൃത്തികൾ അത് നമുക്ക് അഭിമാനം തോന്നുന്നു. ആ ഉദ്യോഗസ്ഥ നിസ്വാർത്ഥമായ അവരുടെ സേവനം. അതിനകത്ത് അവർ 2-3 സെൻറ്ററിലാണ് ഞാനത് കാണപ്പെട്ടത്. അത് ഒന്ന് ഇടുക്കിയിലെ റേഞ്ചിലെ അവിടെ CCF തേക്കടി ഭാഗത്താണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആൾക്കാർ അവിടെ മൂന്നാർ, കോതമംഗലം, കോട്ടയം, മാൻകുളം ഹൈ റേഞ്ച് സർക്കിളിൽ അവിടെയൊക്കെ കൂടുതലും റിസർച്ചാണ് വൈൽഡ് ലൈഫിനെ പറ്റിയെങ്കിലും അവർ അവിടങ്ങളൊക്കെ കുളങ്ങൾ, ചെക്ക് ഡാമുകളൊക്കെ അവരെ നിർമ്മിക്കുന്നു. കഴിഞ്ഞ 6-7 വർഷമായിട്ട് വനത്തിലെ വേനൽക്കാലത്തും സുലഭമായി വെള്ളം കിട്ടാനുള്ള പ്രവൃത്തികൾ ഈ ഇടുക്കിയിലെ തേക്കടിയിലുള്ള CCFൻ്റെ കീഴിലുള്ള അവരുടെ റേഞ്ചുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നിസ്വാർത്ഥമായ സേവനമാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം ഇരുളം വനമാണ്. വയനാട് ഫോറസ്റ്റ്, അവിടുത്തെ CCFൻ്റെ കീഴിൽ വരുന്ന ആ ഏരിയയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ ഒക്കില്ല. വയനാട് ഇരുളം വനപ്രദേശമൊക്കെ അതൊക്കെ ടൂറിസ്റ്റ് സെൻ്ററുകളാണെങ്കിലും അവിടെ അവർ 2 വലിയ കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ചാനൽ കാട്ടിലേക്ക് അവർ തൊടുത്തു വിട്ടിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യം തന്നെ. അവിടെ മൂടംകൊല്ലി വനമുണ്ട്, സുൽത്താൻ ബത്തേരി വനമുണ്ട്, കാരാപ്പുഴ വനമുണ്ട്. കുറുവ ഐലൻഡ് നമുക്കറിയാം, എല്ലാവരും ടൂറിസ്റ്റുകൾ ധാരാളം പോകുന്നതാണ്. അവിടെ ബാണാസുര ഡാമുണ്ട്, കാരാപ്പുഴയുണ്ട്, പടിഞ്ഞാറേത്തറ ഡാമുണ്ട്. അവിടെ 17 ചെക്ക് ഡാം നിർമ്മിച്ചിരിക്കുന്നു ഫോറസ്റ്റുകാർ. വളരെ നല്ല കാര്യം. മൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ചെക്ക് ഡാം നിർമ്മിച്ചിരിക്കുന്ന അവിടെയാണ്. അത് ഒരു ദിവസം കൊണ്ടല്ല, കഴിഞ്ഞ 6-7 വർഷമായി നിസ്വാർത്ഥമായ സേവനം കൊണ്ടാണ്. അതാണ് അവരെ അഭിനന്ദിക്കാനുള്ള കാരണം.
വയനാട് ഇരുളത്തെ ആ ഫോറസ്റ്റ് ഡിവിഷനിലെ അവിടുത്തെ CCFന് അതിൻ്റെ കീഴിലുള്ള DFOമാരെയും അവിടുത്തെ റേഞ്ചർമാരെയൊക്കെ അവരുടെ സ്റ്റാഫുകളെയൊക്കെ അഭിനന്ദിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതുപോലെ തിരുവനന്തപുരത്തെ പേപ്പാർ ഡാമിൽ അവിടെ 10 കുളങ്ങൾ അവർ നിർമ്മിച്ചിരിക്കുന്നു. 10 ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പാറിൻ്റെ ഏറ്റവും കൂടുതൽ വൃഷ്ടിപ്രദേശം ഉള്ളത് കരമന ആറിൻ്റെ തീരത്താണ്. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി അവിടെയുണ്ട്. സോളാർ ഫെൻസിങ് ഒക്കെ പല സ്ഥലത്തും ഇവരിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കരമന ആറിൻ്റെ ആയി ബന്ധപ്പെട്ട് കരമന ആറിലെ ചെമ്മുഞ്ചി മൊട്ട എന്ന് പറയുന്ന മലയിൽ നിന്നാണ് അത് ഉത്ഭവിച്ചു വരുന്നത്. അരുവിക്കര റിസർവോയർ ഡാമുണ്ട് അവിടെ. ട്രിവാൻഡ്രം നഗരത്തിന് കുടിവെള്ളം കിട്ടുന്നതും നമുക്കറിയാം പേപ്പാറ ഡാമിൽ നിന്നാണ്. അതുപോലെ അരുവിക്കര ഡാമിൻ്റെ അടുത്ത് പൊന്മുടി ഹിൽ സ്റ്റേഷൻ കിടപ്പുണ്ട്. കാഞ്ഞിരത്തറ ട്രെക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പം മൊത്തമായിട്ട് നോക്കുമ്പം പേപ്പാറ ഡാമിൻ്റെ CCFും അവർ ചെയ്ത പ്രവൃത്തി നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം 6-7 വർഷം കൊണ്ട് നിസ്വാർത്ഥ സേവനം അവരെ ആരുടെ അഭിനന്ദനം ലഭിക്കാതെ കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത്രയും ശല്യങ്ങളും മൃഗങ്ങളും നമ്മൾക്ക് ജനങ്ങളുടെ മേലെ ഏൽപ്പിച്ചെങ്കിലും 192 പേരെ ആന ചവിട്ടി കൊന്നിട്ടുണ്ടെങ്കിലും 7-8 പേരെ കടുവ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിലും അത് ആ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിൽ എത്താതിരിക്കാനുള്ള ശ്രമം ഈ 3 CCFകാരും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവരെ ആരെയും ശ്ലാഘിച്ച് കണ്ടില്ല, അവരുടെ പ്രവൃത്തികൾ വെളിയിലോട്ട് വന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കാര്യം പറയാൻ തന്നെ കാരണം. അതുപോലെ തന്നെ കാട്ടിലെ എല്ലാ കാടുകളിലും നമുക്ക് മാവ്, പ്ലാവ്, മുള, ഈറ, എല്ലുകളൊക്കെ വളർത്തിയാൽ ഈ മൃഗങ്ങളൊന്നും നാട്ടിലിട്ട് ഇറങ്ങത്തില്ല. ആന ഒരിക്കലും ഇറങ്ങത്തില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെടുന്ന ആനയുടെ ഉപദ്രവം കൊണ്ടാണ്. അപ്പോൾ അതുങ്ങളെ കാട്ടിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ആവശ്യമുള്ള മുള, ഈറ, ഈറ്റ, അതുപോലെ കാട്ടിലെ ഫ്ലൈറ്റിൽ ഇപ്പം ചക്കക്കുരു വിതറുന്നതായിട്ട് കണ്ടു. അതുതന്നെ വയനാട്ടിലെവിടെ ഞാൻ കണ്ടിരിക്കുന്നു, അവിടുത്തെ ഒരു ഫോറസ്റ്റ് റേഞ്ച് നാട്ടുകാരെല്ലാം കൂടെ കൂടി ചക്കക്കുരു അവർ മണ്ണിനകത്ത് അത് ഉരുട്ടി ഓരോ ഉരുളകളാക്കി അത് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിച്ചിട്ട് അവർ വനത്തിലേക്ക് അത് കൊടുത്തുവിട്ട് എല്ലാ സ്ഥലത്തും അത് പാകുന്ന കണ്ടിട്ടുണ്ട്. വളരെ നല്ല കാര്യങ്ങൾ, നല്ല ബുദ്ധിപരമായ നീക്കം തന്നെയാണ്. വനത്തിൽ ഈ ഇതുപോലെയുള്ള പ്ലാന്റുകൾ മുളച്ചു വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ അത് മുളയ്ക്കുന്നതിന് മുമ്പ് ചവിട്ടി പോകാതിരിക്കാനായിട്ട് ഇതുപോലുള്ള ചെറിയ കുഴികളെടുത്തിട്ട് ഇതുപോലെയുള്ള മണ്ണ് തേച്ച ആ സീഡ്സുകൾ കുഴിച്ചിടുന്ന അതൊക്കെ നല്ല കാര്യം തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നിസ്വാർത്ഥം, അതൊന്നും അഭിനന്ദനം പ്രതീക്ഷിച്ചോ എന്തെങ്കിലും പണം മോഹിച്ചോ ഒന്നുമല്ല ആ ജീവനക്കാരും നാട്ടുകാരും ഇത് ചെയ്യുന്നത്. അത് നല്ല പ്രവൃത്തിയാണ്. ധാരാളം ആൾക്കാരെ വൈൽഡ് ലൈഫ് ഉപദ്രവിക്കുന്ന ഈ സന്ദർഭം, വൈൽഡ് ആനിമൽസ് ഉപദ്രവിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് പറയാതിരിക്കാൻ ഒക്കില്ല. അതുപോലെ നമ്മൾ ഈ പേപ്പാറ ഡാമിൻ്റെ അവിടുത്തെ ടൂറിസ്റ്റുകൾ ധാരാളം പോകുന്നതുകൊണ്ട് അവിടെയൊക്കെ ആ പ്രദേശത്തുള്ള ആനിമൽസ് ഇതുവരെ ഇവരെ ആരെയും ഉപദ്രവിച്ചായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ നാട്ടിലേക്ക് പന്നിയും അതുപോലെ തന്നെ ആനകളും കൂടെ ആനകൾ ഇറങ്ങി ശല്യം ചെയ്യുന്നുണ്ട്. കൃഷിനാശം ഏകദേശം 70 കോടിയുടെയാണ് കഴിഞ്ഞ ആ ഒരു ഫോറസ്റ്റ് അസസ്മെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കി. നാട്ടിലിറങ്ങി കൃഷികൾ 70 കോടി രൂപ അടുത്ത് നശിപ്പിച്ചതായിട്ടും കാണുന്നുണ്ട്. ഈ 3 സോഷ്യൽ ഫോറസ്റ്റുടെ CCFനെയും അവരുടെ സ്റ്റാഫുകളെയും DFOമാരെയും അവരുടെ ഫോറസ്റ്റ് ജീവനക്കാരെ എല്ലാവരും അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നാട്ടുകാരെ ഒക്കെ അഭിനന്ദിക്കുന്നു ഞാൻ.